ല്യൂജോ സിറ്റിയിൽ ഞങ്ങൾ ഒരു രാത്രിയെ നിന്നിട്ടുള്ളൂ. അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങളിപ്പോൾ പോകുന്നത് ക്വാങ്സി പ്രൊവിൻസിലെ ക്യാപിറ്റൽ സിറ്റിയായ നാനിങ്ങിലോട്ടാണ്. ക്വാങ്സി പ്രൊവിൻസ് ചൈനയിലെ വൺ ഓഫ് ദ പൂറസ്റ്റ് പ്രൊവിൻസ് ആണ്. ഇവിടെ അധികം ഇൻഡസ്ട്രീസ് ഇല്ല, കൂടുതലും കൃഷിയാണ് വ്യവസായം. ബുള്ളറ്റ് ട്രെയിനിലാണ് ഞങ്ങളുടെ യാത്ര. പോണ വഴിയെല്ലാം ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കാണാം, ചുറ്റും കൃഷിപ്പാടങ്ങളും. ല്യൂജോ സിറ്റിയിൽ നിന്ന് നാനിങ്ങിലോട്ട് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട്. പ്രകൃതി ആസ്വദിച്ച് പോണ വഴിക്കാണ് ഇവള് ആ ന്യൂസ് കേട്ടത്. ഇവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെലിബ്രിറ്റി മരിച്ചു എന്ന്. അതിൻ്റെ വിഷമമാണ് ഇത്. ന്യൂസ് വായിച്ച് ഏകദേശം കരയാറായി. ഇനി വിഷമം മാറ്റാൻ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ, എന്തെങ്കിലും കഴിക്കാൻ പോകണം. നാനിങ് സിറ്റിയിലെത്തി ബാഗൊക്കെ വെച്ച ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. പോണ വഴിക്ക് ഞങ്ങൾ ക്രിസ്മസ് ട്രീ പോലെ അലങ്കരിച്ച ഒരു ഓറഞ്ച് ട്രീ കണ്ടു. കണ്ടപ്പോൾ വിചാരിച്ചു ഇത് പ്ലാസ്റ്റിക് ആയിരിക്കുമെന്ന്, പക്ഷേ ശരിക്കുമുള്ള ഓറഞ്ചാണ്. ഇത് എങ്ങനെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചു എന്നൊരു പിടിയുമില്ല. 20 മിനിറ്റ് നടന്ന ശേഷം ഞങ്ങൾ ഭക്ഷണം കണ്ടെത്തി. ഇതിൻ്റെ പേര് ജ്വൻ തോങ് ഫങ്. അരിപ്പൊടി വെള്ളത്തിൽ കലക്കി ഇതുപോലെ സ്റ്റീം ചെയ്യും. സ്റ്റീം ചെയ്ത് ഒരു ലെയറാക്കി മാറ്റും. ഈ ലെയർ ഇതുപോലെ കോരിയെടുത്ത് അതിലേക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. ഞങ്ങൾ ഓർഡർ ചെയ്തത് മീറ്റും കോണുമാണ്. മീറ്റിൻ്റെ കറി ഒഴിച്ച ശേഷം അതിങ്ങനെ ചുരുട്ടി പാത്രത്തിൽ വെച്ച് തരും. ഇതിൻ്റെ കൂടെ 3 തരം സോസ് വരുന്നുണ്ട്. ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. കഴിച്ചു നോക്കിയിട്ട് അത്ര ഗംഭീര ടേസ്റ്റൊന്നുമില്ല, പക്ഷേ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാം. ഇത് കഴിച്ചാൽ പെട്ടെന്ന് വയറ് നിറയില്ല. അത് കാരണം ഞങ്ങൾ വേറെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് തൊട്ടപ്പുറമുള്ള ഈ കടയെ കണ്ടത്. ആ കടയിൽ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ അകത്ത് കയറി ഒരു നൂഡിൽസ് ഓർഡർ ചെയ്തു. അങ്ങനെ നൂഡിൽസ് കിട്ടിയ ശേഷം ഞങ്ങൾ അതിലേക്ക് പുറത്ത് വെച്ചേക്കണ പലതരം സോസസ് ആഡ് ചെയ്തു. അതിൻ്റെ കൂടെ മാറ്റി വെച്ചിരിക്കുന്ന ഈ കുറേ ഇലകൾ ആഡ് ചെയ്തു. ഇതിൻ്റെ പേര് പെരീല. നമ്മുടെ നാട്ടിൽ ഇത് ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ അപാര ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ചൈനയിൽ വന്ന് ഇപ്പോൾ 8 വർഷമാവണം. 8 വർഷത്തിൽ ഞാൻ കഴിച്ച ഏറ്റവും ടേസ്റ്റുള്ള നൂഡിൽസ് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് ധൈര്യത്തോടെ ഇത് ചൂണ്ടിക്കാണിക്കാം. ഈ കടയിൽ കുറേം കൂടി വരേണ്ടി വരും.